സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീ SP ബാലസുബ്രഹ്മണ്യം എന്ന മഹാഗായകൻ്റെ ചരമവാർഷിക ദിനമാണ് ഈ കടന്നുപോയ ദിവസം. ശ്രീ SPBയെ കുറിച്ച് പറയുമ്പോൾ മറ്റ് ഗായകരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് ആ ഒരു വിനയവും ആ തലക്കനമില്ലായ്മയാണ്. നമ്മുടെ മിക്ക സെലിബ്രിറ്റീസിനും ഉള്ള പ്രശ്നം ഒരു തലക്കനമാണല്ലോ, ഞാനാണ് മറ്റവൻ എന്ന ചിന്ത. ശ്രീ SPBയെ സംബന്ധിച്ച് അദ്ദേഹവുമായി അടുത്തറിയുന്നവരുടെ ഇൻ്റർവ്യൂവിലും മറ്റും അദ്ദേഹത്തിൻ്റെ ആ ഒരു വിനയവും ആ ലാളിത്യവും പ്രത്യേകം എടുത്ത് പറയാറുണ്ട്. 2000 അദ്ദേഹം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മരണപ്പെടുന്നത്. ശാന്തി നിലയമാണ് തമിഴിലെ ശ്രീ ജമിനി ഗണേശൻ മുഖ്യവേഷം ചെയ്ത ശാന്തി നിലയമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം എന്ന് കേൾക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തുടർന്ന് വന്ന ശ്രീ MG രാമചന്ദ്രൻ്റെ അടിമൈപ്പെൺ എന്ന ചിത്രത്തിലെ 1000 നിലവേവ എന്ന ഗാനമാണ് വളരെ പോപ്പുലറായത്. ആ ഗാനത്തോടുകൂടി അദ്ദേഹം തമിഴ് ചലച്ചിത്ര രംഗത്ത് തൻ്റെ പ്രമാണിത്വം ഉറപ്പിക്കുകയായിരുന്നു. ശ്രീ SPBയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ശ്രീ യേശുദാസിനെ പോലെ സംഗീതത്തിൽ അവഗാഹ ജ്ഞാനമൊന്നും ഇല്ല എന്ന് സംഗീത സംബന്ധിയായ അറിവുള്ളവരൊക്കെ പറഞ്ഞ് കേൾക്കുന്നു. ശ്രീ SPB തന്നെ അത് ഇൻ്റർവ്യൂവിലും മറ്റും സമ്മതിച്ചിട്ടുള്ളതാണ്. എങ്കിൽ പോലും ആ കേൾവി സുഖവും ആലാപനത്തിലെ മാധുര്യവും ശബ്ദത്തിൻ്റെ ആ ഒരു പ്രത്യേകതയും കൊണ്ട് SPBയുടെ ഗാനങ്ങൾ എന്നും ആസ്വാദകർ നെഞ്ചിലേറ്റി ആഘോഷിച്ചിട്ടുണ്ട്. മലയാളത്തിൽ അദ്ദേഹം കടൽപ്പാലം എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ശ്രീ KS സേതുമാധവൻ സംവിധാനം ചെയ്ത യശസ്വരീനായ ശ്രീ സത്യൻ അഭിനയിച്ച കടൽപ്പാലം എന്ന ചിത്രത്തിന് വേണ്ടിയാണ് 60കളിൽ ആദ്യമായി മലയാളത്തിൽ പാടുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. തുടർന്ന് പുതിയ തലമുറയൊക്കെ ആഘോഷിച്ചൊരു ഗാനം അനശ്വരം എന്ന ചിത്രത്തിന് വേണ്ടി 90കളിൽ ഇറങ്ങിയ അനശ്വരം എന്ന മമ്മൂട്ടി ചിത്രത്തിന് വേണ്ടി ചിത്രയുമായി അദ്ദേഹം പാടിയ താരാപഥം തേജോഹരം പ്രേമാമൃതം പെയ്യുന്നിത. ഇത് പുതിയ തലമുറയെയും പഴയ തലമുറയും ഒക്കെ ആകർഷിച്ചൊരു ഗാനമാണ്. ഇളയരാജയാണ് സംഗീത സംവിധായകൻ. ശ്രീ SPBയെ കുറിച്ച് കേട്ടിട്ടുള്ള മറ്റൊരു കഥ നിങ്ങളും കേട്ടിരിക്കും. ഇപ്പോൾ ശ്രീദാസിനെ പോലുള്ള ഗായകരൊക്കെ ദിനചര്യയിലൊക്കെ കടുത്ത നിഷ്ഠ പുലർത്തുന്നവരാണ്. ശ്രീ SPBയെ സംബന്ധിച്ച് അദ്ദേഹം വല്ലപ്പോഴും ഒരു സ്കോച്ച് കഴിക്കാനും മടിക്കാറില്ല. ഐസ്ക്രീം കിട്ടിയാൽ താല്പര്യപൂർവ്വം കഴിക്കാറുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വലിയ ചിട്ടകൾ, ഗായകർ സൂക്ഷിക്കുന്ന വലിയ ചിട്ടകളൊന്നും അദ്ദേഹം പുലർത്തി പോകുന്ന ഒരാളല്ല. അതിലൊന്നും അദ്ദേഹത്തിന് അത്ര കടുംപിടിയില്ല. എങ്കിൽ പോലും അവസാനം വരെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ഒരു കോട്ടവും ആ മാധുര്യത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്നതാണ് വളരെ പ്രധാനം. ശ്രീ SPB നമ്മുടെ ഗായകർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിത്വം പുതിയ തലമുറയിൽപ്പെട്ട ഗായകരൊക്കെ മാതൃക ആക്കേണ്ടതാണ്. ആ ഒരു ലാളിത്യവും വിനയവും ശ്രീ SPBയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയായിരുന്നു. ഏതാനും മലയാള ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം പാടിയിട്ടുണ്ട്. തൽക്കാലം ആ ചിത്രങ്ങളുടെയും മറ്റും പേരുകൾ ഓർമ്മിക്കുന്നില്ല എങ്കിലും അതൊക്കെ എൻ്റെ പ്രേക്ഷകർക്കും അറിവുള്ളതാണ്. സുഹൃത്തുക്കളെ, ഈ ഒരു ഓർമ്മ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി. SPB എന്ന മഹാഗായകന് എൻ്റെ ആദരം ഇവിടെ രേഖപ്പെടുത്തുന്നു.